ഒരിക്കൽ യേശുവിനോട് യോഹന്നാൻ്റെ ശിഷ്യന്മാരും പരീശന്മാരും വന്നിട്ട്, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തതെന്ത് എന്ന് ചോദിച്ചതിന് യേശു പറഞ്ഞ മറുപടി, മണവാളൻ കൂടെയിരിക്കും കാലത്തോളം അവർക്ക് ഉപവസിപ്പാൻ കഴിയുകയില്ല. എന്നാൽ മണവാളൻ അവരെ വിട്ടുപിരിയേണ്ടുന്ന കാലം വരും. അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും. യേശു ശിഷ്യന്മാരോട് സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണമെന്ന് പറയുന്നത് അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. എന്താണ് ആ വാഗ്ദത്തം? വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യം. നമ്മുടെ വാഗ്ദത്തത്തിൻ്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനെ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മുടെ വാഗ്ദത്തം. ഈ പരിശുദ്ധാത്മാവിനെയാണ് നിങ്ങൾ കാത്തിരിക്കണമെന്ന് അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളിൽ വായിച്ചത്. വീണ്ടും തിരിച്ചു വരാം. മാർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. മണവാളൻ വിട്ടുപിരിയുന്ന കാലത്ത് അവർ ഉപവസിക്കും. യേശു തുടർന്ന് 2 ഉപമകൾ പറയുന്നു. പഴയ വസ്ത്രത്തിൽ കോടിത്തുണി കണ്ടം ആരും ചേർത്ത് തുന്നാറില്ല. തുന്നിയാൽ ചേർത്ത പുതുക്കണ്ടം പഴയതിൽ നിന്നും വലിഞ്ഞിട്ട് ചീന്തൽ ഏറ്റവും വല്ലാതെയാകും. അതുപോലെ ആരും പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകർന്നു വയ്ക്കാറുമില്ല. വച്ചാൽ പുതുവീഞ്ഞ് തുരുത്തിയെ പുളിക്കും, വീഞ്ഞ് ഒഴുകിപ്പോകും, തുരുത്തി നശിച്ചു പോകും. പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലത്രേ പകർന്നു വയ്ക്കേണ്ടത്. നമ്മുടെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിന് നമ്മുടെ മേൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ പഴയ ജീവിതത്തിൽ തന്നെ തുടർന്നാൽ നടക്കില്ല. 2 കൊരിന്ത്യർ 5:17 പറയുന്നത് പോലെ പുതിയ സൃഷ്ടിയാകുമ്പോഴാണ് നമ്മുടെ മേൽ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോഴാണ് എഫേസ്യർ 1:17 പറയുന്നത് പോലെ ആത്മാവിൻ്റെ വെളിപ്പാട് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് പഴയ തുരുത്തി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന പഴയ ജീവിതത്തെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനോടുകൂടെ പുതുക്കമുള്ളതാക്കുക. 2 കൊരിന്ത്യർ 5:17 പറയുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. പുതുക്കമുള്ള ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. അങ്ങനെയെങ്കിൽ എഫേസ്യർ 1:17 പറയുന്നത് പോലെ ജ്ഞാനവും പരിജ്ഞാനവും വെളിപ്പാടും നമുക്കുണ്ടാവും. അതുകൊണ്ട് ഈ വചനങ്ങളാൽ നമുക്ക് ഉറ്റിരിക്കാം. ദൈവം നമ്മെ ധാരാളമായി വർദ്ധിപ്പിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.